ശാരികൻ, ഇന്ത്യയുടെ ബദ്ധവൈരികളാണ് പാകിസ്ഥാൻ. അവരാണ് നമ്മുടെ ഒരു വശത്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ളത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന്റെ സ്ഥിതിയും ഇപ്പോ ആ വഴിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാൻ അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ശത്രുക്കളുടെ നടുവിൽ പെടാൻ പോവുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു അവസ്ഥ? അത് തന്നെ എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിന്റെ അവസ്ഥ വളരെ വളരെ മോശമായി. പാകിസ്ഥാൻ ഇന്ന് ശരിക്കും നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ ബദ്ധവൈരികളാണ്. നമുക്കത് എല്ലാവർക്കും അറിയാം അല്ലേ. അവരുടെ പ്രവൃത്തി കൊണ്ടാണ് അവരുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവരുടെ ഇത്തിരി ശത്രുതാ മനോഭാവം കുറഞ്ഞു വന്നിരുന്നു. പിന്നെ മറ്റേ ധാക്ക ബസ് സർവീസും, ധാക്ക ബംഗ്ലാദേശാണ്, നമ്മുടെ കറാച്ചി ബസ് സർവീസുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. പക്ഷേ അത് അവർ ചാരപ്പണിക്കായിട്ടും അതിർത്തി ലംഘനമായിട്ടും തീവ്രവാദത്തിനായിട്ട് ഉപയോഗിച്ചെന്ന് ഇന്ത്യക്ക് മനസ്സിലായി. ഇന്ത്യയുടെ വിശാലതയൊന്നും പാകിസ്ഥാനികൾക്കില്ല. ഇന്ത്യക്കാരായ നമുക്ക് പാകിസ്ഥാനികളോട് ഭയങ്കര ദേഷ്യമൊന്നുമില്ല. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ദേഷ്യം അവരുണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. പാകിസ്ഥാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുംബൈ ഭീകരാക്രമണം, കാശ്മീർ ലഷ്കർ എ തോയിബ, അങ്ങനെയുള്ള എല്ലാ വൃത്തികേടുകളും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാശ്മീരികളെ ഒരു പകുതി കാശ്മീരിൽ ഇന്നും ഫ്രീ ആസാദി കാശ്മീരി എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ തലയിലും തലച്ചോറിലേക്കും തീവ്രവാദം കുത്തിവെക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാമാണ് ഇന്ത്യക്കാർക്ക് അവരോടുള്ള ദേഷ്യം. അല്ലാതെ നമ്മളിൽ നിന്ന് വിട്ടുപോയതിന്റെ ദേഷ്യമല്ല. നമുക്ക് സങ്കടമുണ്ട്. ഒരുപാട് പകുതി വെച്ചിട്ട് അല്ലെ നമുക്ക് വളരെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പാകിസ്ഥാന്റെ കയ്യിലിരിപ്പോണ്ട് പാകിസ്ഥാൻ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ പ്രാവശ്യം. അവരുടെ എക്കോണമിയൊക്കെ ആകെ തകർന്നടിഞ്ഞ് പട്ടിണിയും ദാരിദ്ര്യവും അവർ തിന്നുന്നത് മുഴുവൻ തോക്കും പീരങ്കിയും ഗ്രനേഡുകളും ഒക്കെ ആണെന്ന് ചിലപ്പോഴൊക്കെ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതേ അവസ്ഥയാണ് ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പിന്നെ പ്രധാനമന്ത്രി ഭരണത്തിൽ നിന്ന സമയത്ത് അവർ സ്വയം രാജിവെച്ചുകൊണ്ട് അവിടുന്ന് പലായനം ചെയ്തു. കാരണം അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ വസതി ആൾക്കാർ ആക്രമിക്കുകയും അത് അവർ പേടിച്ച് അവിടുന്ന് പലായനം ചെയ്യുമായിരുന്നു. അവർ ഇന്ത്യയാണ് അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള അദ്ദേഹമാണ് താൽക്കാലിക മന്ത്രിസഭയിൽ തുടരുന്നത്. അതൊരു പാവ നേതാവ് അല്ലെങ്കിൽ പാവ ഭരണാധികാരി എന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാദേശിൽ ഇപ്പോൾ 1.5 കോടി ഹിന്ദുക്കളാണ് അവിടെ ഉള്ളത്. ആ 1.5 കോടി ഹിന്ദുക്കളെ എങ്ങനെ തുരത്താമെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ ആലോചിക്കുന്നത്. ബംഗ്ലാദേശ് അറിയാലോ, ഒരു മുസ്ലിം രാഷ്ട്രമാണ്, ഇസ്ലാമിക് കൺട്രിയാണ്. പക്ഷെ ബംഗ്ലാദേശിന്റെ ഫോർമേഷന് കാരണം ഇന്ത്യയാണ്. ബംഗ്ലാദേശിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് മതാധിഷ്ഠിതമായ ഒരു രാജ്യമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അത് എടുത്തു കളയും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ്. അത് മാത്രമല്ല, പാകിസ്ഥാനിൽ കുറെ നിയന്ത്രണങ്ങളുണ്ട്. ഈ പാകിസ്ഥാനെ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടക്കുറവുണ്ട്. കാരണം അവർക്ക് മുസ്ലിം രാജ്യം എന്നൊരു മമത മറ്റ് രാജ്യങ്ങൾ കൊണ്ടുവന്നു. ഇവർ തീവ്രവാദമാണ് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനികൾ. മുസ്ലിം രാജ്യത്തിനോട് ആർക്കും വിരോധമില്ല. നമ്മൾ മുസ്ലിംസിനെ ചേർത്ത് പിടിക്കുന്നില്ലേ? തുടക്കകാലത്ത് ഉള്ള മുസ്ലിമിന്റെ ഇരട്ടി മുസ്ലിംസ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ന്യൂനപക്ഷം മാറി അവർ ഭൂരിപക്ഷമായി മാറിയാലും ഇന്ത്യക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ 2 കൈകൾ നീട്ടിയാണ് നമ്മുടെ സർക്കാർ. അത് ഏത് സർക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ബംഗ്ലാദേശ് സംബന്ധിച്ച് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ട് ഷെയ്ഖ് ഹസീനെ അവർ പുറത്താക്കുന്നു. അതിനുശേഷം പിടിച്ചെടുക്കുന്നു. താൽക്കാലിക മന്ത്രിസഭ. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ അക്രമം അഴിഞ്ഞാടുകയാണ്. അവിടെ ഫുള്ളായിട്ട് മുസ്ലിം രാജ്യമാക്കി മാറ്റുക എന്നൊരു അജണ്ടയിൽ ആരോ ചെയ്തു വെച്ചൊരു കളിയാണിതെന്നാണ് എനിക്ക്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ ആരോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കളികൾ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമികൾ നമ്മുടെ ഇന്ത്യയിൽ വന്ന് മറ്റേ മതത്തിന്റെ സെക്യുലറിസം പറയുകയും ബംഗ്ലാദേശിൽ പോയി കിടന്ന് മറ്റേ വിഭിന്നത കാണിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികളാണ് ജമാഅത്ത് ഇസ്ലാമിക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് നേരത്തെ ഈ അവരുടെ രാജ്യത്തേക്ക് ബംഗ്ലാദേശിലേക്ക് കയറുന്നതിന് കുറെ NOC ഒക്കെ ചെയ്യണമായിരുന്നു. ചുമ്മാ അതൊന്നും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നത്. ഇപ്പൊ അതെല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഫ്രീ ശരിയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുവായെന്ന് കരുതി ബംഗ്ലാദേശിനെയും അതേ ശത്രുമാനോഭാവത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. ബംഗ്ലാദേശിനോട് പാകിസ്ഥാൻ, എന്നാൽ പാകിസ്ഥാൻ അധിനിവേശ ബംഗ്ലാദേശ് ആയിരുന്നു ഒരു കാലത്തിൽ. അത് ഓർക്കണം. 30 ലക്ഷത്തോളം ബംഗ്ലാദേശികളെ കൊന്നൊടുക്കുകയും 2 ലക്ഷത്തോളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ചെയ്ത അവന്മാരെ അതിൽ നിന്ന് രക്ഷിക്കാൻ 16,000 സൈനികരുടെ ജീവനാണ് ഇന്ത്യ വിട്ടുകൊടുത്തത്. ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഹിന്ദുരാഷ്ട്രമുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുരാഷ്ട്രമുള്ള ഹിന്ദുക്കൾ ജീവിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. 1.5 കോടി ഹിന്ദുക്കൾ അവിടെ ജീവിക്കുന്നുണ്ട്. ആ 1.5 കോടി ഹിന്ദുക്കൾക്ക് അവകാശങ്ങൾ ഒരു ചെറിയ രാജ്യമാണ് ബംഗ്ലാദേശ്. ഏകദേശം അവരുടെ രാജ്യത്തിന് മുസ്ലിം അടുത്ത അനുപാതികമായിട്ട് ബംഗ്ലാദേശ് ഹിന്ദുക്കൾ വരുമ്പോൾ അവർക്കും അതേ അവകാശത്തിന് അവർ അർഹരാണ്. ഇത്രയും കാലം അവർ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ എന്താ പറയുക, വർഗീയവാദികൾ എന്നാണോ? നമുക്ക് മുസ്ലിമും ഇസ്ലാമും രണ്ടാണെന്ന് ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. മുസ്ലിംസും ഇസ്ലാമികത വേറെയാണ്. അവിടെയാണ് തീവ്രവാദം വരുന്നത്. മുസ്ലിം അതല്ല. മുസൽമാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു മനുഷ്യനാണ്. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് വന്നുകൊണ്ട് പാകിസ്ഥാനികളും ഈ പറയുന്ന ബംഗ്ലാദേശി ഇസ്ലാംസും ചേർന്നുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുകയാണെന്ന് ചെയ്യുന്നത്. അവിടുത്തെ സ്ത്രീകളെ, ഹിന്ദുക്കളായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ബലാത്സംഗം ചെയ്യാനായിരിക്കും പിടിച്ചോണ്ടോ, അല്ല സ്ത്രീകളെ എന്തിനായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഹിന്ദുക്കളെ ആരും ചോദിക്കാനില്ല. അവിടുത്തെ സൈന്യം ഈ ഇസ്ലാമികളോടൊപ്പം നിൽക്കുകയാണെന്നുള്ള കാഴ്ച വേറെ ഓപ്ഷൻ അല്ല. സൈന്യവും ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ വ്യക്തിയെ പാവയാക്കി വെച്ചുകൊണ്ട് 3 മാസം താൽക്കാലിക ഭരണകൂടത്തിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡമ്മി ഭരണമാണ്. പക്ഷെ അവര് അനുകൂലിക്കുന്നത് മുഴുവനും പാകിസ്ഥാനെയാണ്. അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലെ ആഹാരത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വിലയാണ് അവിടെ അരിക്ക് വാങ്ങിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വ്യാപാരികൾ ചെയ്യുന്ന ബംഗ്ലാദേശിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി പകുതി വിലയ്ക്ക് സ്വർണ്ണം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരും. ഓക്കെ, നമ്മുടെ നാട്ടിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന കള്ളക്കടത്തിലൂടെ നമ്മുടെ നാട്ടിലേക്ക് ബംഗ്ലാദേശിലെ സ്വർണ്ണങ്ങളാണ് നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ സാധിക്കും. ഒരുപാട് കള്ളക്കടത്ത് സ്വർണ്ണങ്ങൾ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗ്ലാദേശും ഇന്ത്യയായിട്ട് നടക്കുന്ന ഒരു നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് സഹായങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശിന് ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതിയിൽ ബംഗ്ലാദേശിൻ്റെ എക്കോണമി ആകെ തകർന്നടിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 14% ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മുടെ ശത്രുവാന്നൊക്കെ പറഞ്ഞാലും ശരി. പക്ഷേ അതിപ്പോൾ വെറും 5 ലക്ഷമായിട്ട് കുറച്ചിട്ടുണ്ട് അവർ. കുറച്ചെന്ന് വെച്ചാൽ അവർ അതുപോലെ കാണിച്ചു കൂട്ടി ഒരു പക്ഷേ കൊന്നിട്ടുണ്ടാവും എല്ലാത്തിനെയും കൂട്ടത്തോടെ, അല്ലെങ്കിൽ നിർബന്ധിച്ച മതപരിവർത്തന പല കാര്യങ്ങളും പുറത്തു വരില്ല. അവിടെ പിന്നെ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട് പല കാര്യങ്ങൾക്കും അല്ലേ. വളരെ എന്താ പറയുന്നത് ക്രിട്ടിക്കലായിട്ടുള്ളൊരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇങ്ങനെ പോയാൽ അവർ ഇല്ലാതായി തീരും. എല്ലാ രാജ്യങ്ങളും സഹിയായിട്ട് അമേരിക്ക വരെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും വൃത്തികേടുകളാണ്. പാകിസ്ഥാൻ ശരിക്കും തകർന്നു. അവിടെ സിവിലിയൻസിന്റെ ജീവിതം നരകതുല്യമാണെന്ന്. അതുപോലെ ഇനി ബംഗ്ലാദേശിന്റെ അവസ്ഥ ഒട്ടും മാറ്റമില്ല ശില്പ. കാരണം തീർച്ചയായിട്ടും ഇത് തന്നെ അവിടെ സംഭവിക്കും. ബംഗ്ലാദേശ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നല്ലൊരു ഭരണം അവിടേക്ക് വരണം. ജനാധിപത്യ രാഷ്ട്രമാണ് പറഞ്ഞെങ്കിൽ പട്ടാള ഭരണത്തിൽ സംഭവിച്ചപ്പോഴും ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ അച്ഛനെയൊക്കെ കൊന്നുകളഞ്ഞതല്ലേ, കൂട്ടത്തോടെ കൊന്നുകളഞ്ഞതാണ്. ചുട്ടരിച്ചു കളഞ്ഞ് രക്ഷപ്പെട്ട് ഓടിയ ഒരാളാണ് ഷെയ്ഖ് ഹസീനയ്ക്ക്. ഇന്ത്യയാണ് അന്നും അഭയം കൊടുത്തത്. അന്നും ഈ പട്ടാളം ചുട്ടരിച്ചു അവരുടെ രാജ്യത്തെ. അന്നും 50% ബംഗ്ലാദേശികൾ ഇന്നും ഇന്ത്യക്ക് അനുകൂലമാണ്. 50% ഇന്ത്യക്കെതിരാണെന്ന് പറയാം. അതല്ലെങ്കിലും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ലോ ഇവർ തീരുമാനം എടുക്കും. അല്ല, ഒരു രാജ്യത്തിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അവിടുത്തെ ഭരണാധികാരി വേണം അതിനെ ഉടച്ച് കൃത്യമായ ഡിസിപ്ലിനോടുകൂടി, ഭരണ നിരപേക്ഷതയോടുകൂടി അല്ലെങ്കിൽ ഡിസിപ്ലിനോടുകൂടി ഒരു രാജ്യം രാജ്യം കൊണ്ടുപോകാനായിട്ട്. അതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് മോദിക്കെതിരെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയോ ഒന്നുമല്ല. എല്ലായ്പ്പോഴും അവർ ഇന്ത്യക്കെതിരെയാണ് ഒരു വിഭാഗം. അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമികളുടെ ഒരു രഹസ്യ അജണ്ടയാണ് ഇന്ത്യക്കെതിരെ ഒരു സംഭവങ്ങൾ കൊണ്ടുവരിക. ഇന്ത്യയെതിരെ ഒരുപക്ഷെ ആ രാജ്യം അന്ന് നിലനിന്നതിൻ്റെ കാരണം ഇന്ത്യക്കാരായിട്ട് പോലും അവർ അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ രാജീവ് ഗാന്ധിക്കെതിരായി, കുറച്ച് കഴിഞ്ഞ് വാജ്പേയിക്കെതിരായി, ഇപ്പോൾ മോദിക്കെതിരായി. ഇതെല്ലാം ഇന്ത്യൻ ഭരണകർത്താക്കളാണ്, ഇന്ത്യൻ ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾക്കെതിരെയാണ് അവർ ഇന്ത്യയുടെ ഭരണാധികാരികളായതുകൊണ്ട് മാത്രമാണ് അവർക്കെതിരെ അവർ സംശയിക്കുന്നത്. നമ്മുടെ ഇന്ത്യ ഇതിനെതിരെ നിലപാടൊന്നും എടുത്തിട്ടില്ല. അവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അത് അവിടുത്തെ പൗരന്മാരാണ്, ബംഗ്ലാദേശി പൗരന്മാരാണ്. അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥയിൽ നമുക്ക് ഒരുപക്ഷെ നല്ല വിഷമമുണ്ട്, നല്ല പരിതാപകരമാണ് അവസ്ഥ. വീഡിയോ ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. വീട്ടിൽ കയറി അടിച്ച് കൊല്ലുന്ന വീഡിയോകളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കഷ്ടം തോന്നും. അവരുടെയൊക്കെ ജീവിതം എന്തായിരിക്കും എന്ന് ഓർത്ത് നമ്മളൊക്കെ ഒരു ഭാഗ്യവാന്മാരാണ് ശില്പ. കാരണം നമ്മൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിക്കുന്നു, എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചു. നമ്മുടെ മതം, നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ളത് വെള്ളം കുടി. ഏതൊരു മുസ്ലിമിൻ്റെയും നമുക്ക് വെള്ളം വാങ്ങിച്ചു കുടിക്കാം. ഏതൊരു ക്രിസ്ത്യാനികളും പേടിക്കാനില്ല. ഇവിടെ അവനെ കെട്ടിപ്പിടിക്കുക, അവനോട് തമാശകൾ പറയാം, അവനോട് വർക്ക് ചെയ്യാം. അങ്ങനെ എന്തെല്ലാം ഫ്രീഡം ഉള്ള രാജ്യമാണ്. നമ്മൾ ശരിക്കും സ്വർഗ്ഗത്താണ് ജീവിക്കുന്നത് തന്നെ പറയാം ബംഗ്ലാദേശിനെയൊക്കെ വെച്ച് നോക്കും. എന്തായാലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സുഖകരമായിട്ടിരിക്കട്ടെ. അവിടെ എത്രയും പെട്ടെന്ന് ക്രമസമാധാനം കൺട്രോൾഡ് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്.